ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. 7 കന്നുകാലികളുടെ ജഡം കണ്ടെത്തി. തൃത്താല മുതൽ പട്ടാമ്പി ഭാഗത്താണ് ചത്ത നിലയിൽ കന്നുകാലികളെ കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, എപ്പോഴായിരുന്നു ഇങ്ങനൊരു അപകടം കണ്ടത്? ഏത് സമയത്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂര് ഭാരതപ്പുഴയുടെ വലിയ ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ 7ഓളം കന്നുകാലികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അതായത് പട്ടാമ്പി മുതൽ തൃത്താല വരെയുള്ള ഭാഗങ്ങളിലാണ് കന്നുകാലികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സമീപവാസികളിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ കന്നുകാലികൾ ചീഞ്ഞളിഞ്ഞ രീതിയിൽ കണ്ടത്. പുഴുവരിച്ച നിലയിലായിരുന്നു ഭൂരിഭാഗം കന്നുകാലികളുടെയും ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് കുടിവെള്ള പദ്ധതിക്കായി ഭാരതപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പദ്ധതികൾ ഒരുക്കിയിരുന്നു. ഈ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ കന്നുകാലികളെ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയെന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് സമീപവാസികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ കന്നുകാലികൾ ചത്തുപൊങ്ങാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ്. പട്ടാമ്പി മുതൽ തൃത്താല വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ കന്നുകാലികൾ ചത്തുപൊങ്ങി എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞിരുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ കന്നുകാലികളെ വളർത്തുന്ന സംഘങ്ങൾ സജീവമാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം കൂടിയതിനെ തുടർന്നാണോ കന്നുകാലികൾ ചത്തത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സിന്ധൂരി. സച്ചിൻ, ഇപ്പോൾ പ്രദേശവാസികൾ അവിടെ നിന്ന് വെള്ളം ശേഖരിക്കാറുണ്ടോ? കുടിവെള്ളത്തിനും മറ്റും ഭാരതപ്പുഴയുടെ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടോ? അതായത് ഇത്തരത്തിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയ ഭാഗങ്ങളിൽ വെള്ളിയാങ്കല്ല് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമാണ്. സംഭരണ കേന്ദ്രത്തിന് സമീപത്താണ് ഇത്തരത്തിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയിട്ടുള്ളത്. ഇതാണ് വലിയൊരു ആശങ്കക്ക് കാരണമായിരിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയെ കൂടാതെ തൃശ്ശൂരിലേക്കും ഈ ഭാഗങ്ങളിൽ നിന്ന് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലാണ് കന്നുകാലികൾ ചത്തുപൊങ്ങിയത് എന്നത് വലിയൊരു ആശങ്കക്ക് കാരണമായിട്ടുണ്ട്. കാരണം പുഴുവരിച്ച നിലയിലാണ് ഭൂരിഭാഗം കന്നുകാലികളും. ഇതിന്റെ വിശദമായ പരിശോധന തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണ്. ചത്ത കന്നുകാലികളെ പുഴയിലേക്ക് തള്ളിയതാണോ അല്ലെങ്കിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് കന്നുകാലികൾ ചത്തതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. സിന്ധൂരി, വ്യക്തമാണ് സച്ചിൻ. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരും സമയങ്ങളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും.